ഇന്ന് ഞാനൊരു റിബൺ എംബ്രോയിഡറി ആണ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുഷ്യൻ കവറിലോ വാൾ ഡെക്കറായിട്ടോ ഹൂപ്പ് എംബ്രോയിഡറി ഒക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഏകദേശം ഈ ഒരു പാറ്റേണിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ കുറച്ച് ലീഫൊക്കെ ചെയ്തെടുത്താൽ ഈ ഒരു ഡിസൈനിലായിരിക്കും കിട്ടുന്നത്. ഈ ഒരു പാറ്റേൺ നമുക്ക് മെറ്റീരിയൽ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ടുകളിലാണ് ഫ്ലവർ ചെയ്തെടുക്കാനുള്ളത്. ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 ഇഞ്ച് വിഡ്ത്തിലുള്ള റിബണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള റിബണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റിബൺ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വലിയ നീഡിലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു റിബൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കി 2 ഫ്ലവേഴ്സും ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കി 2 ഫ്ലവേഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം 3 ഫ്ലവേഴ്സിൻ്റെയും പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് വിഡ്ത്തിലുള്ള ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു റിബണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റിബൺ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫിക്സ് ചെയ്തിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് എല്ലാ സ്റ്റെമ്മും ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്റ്റെമ്മും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെമ്മാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ചാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ലീഫുകൾ ചെയ്തെടുക്കാം. ലീഫുകൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലുള്ള റിബൺ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം 1/2 ഇഞ്ച് വിഡ്ത്തിലുള്ള റിബൺസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ലീഫുകളും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലവറിൻ്റെ ചെറിയ മുട്ടുകളാണ് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സെയിം റിബൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് മുട്ടുകൾ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു റിബൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ ചെറിയ ബ്രാഞ്ചസുകൾ ചെയ്തെടുക്കാം. കുറച്ച് നൈസായിട്ടുള്ള സ്റ്റിച്ചുകളാണ് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകൾ മാത്രമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ വരച്ച് കൊടുക്കാതെ ജസ്റ്റ് ഇതുപോലെ കുറച്ച് സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലവർ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് നോട്ടുകൾ ചെയ്ത് കൊടുക്കാം. റെഡ് കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഫ്രഞ്ച് നോട്ടുകൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 6 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീഡിലിൽ 2 തവണ ചുറ്റിയെടുത്തിട്ടുള്ള നോട്ടുകളാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും ഇതുപോലെ നോട്ടുകൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.